ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പം ഞാൻ ഫോൺ ഒരു സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചേക്കോട്ടെ, അപ്പോൾ ഏത് നിമിഷവും പോകും. അപ്പം ഞാൻ ആ ഒരു രീതിക്ക് വെച്ചേക്കാണ് ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതായിട്ട് ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ വൈഡായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ന്യൂ ഇയർ ആയിട്ട് ഞാനൊരു ഇതെടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഷോർട്ടെങ്കിലും ലോങ് വീഡിയോ ഇപ്പോൾ എന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ pilla. കാരണം നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിത്തവും കാര്യങ്ങളും കോളേജിലൊക്കെ കയറി കഴിയുമ്പോൾ പിന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പം ഒരു ദിവസം ഷോർട്ടെങ്കിൽ ഒരു ഷോർട്ടെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നൊരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുന്നത് എഴുതി നോട്ട് ചെയ്തൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതുവരെ തുടങ്ങിയില്ല നോട്ട് ചെയ്യാനൊന്നും. സോ ഞാൻ ഒന്നാമതേ തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു ഡേ പോലും ഞാൻ ഒന്നാമതേ തൊട്ട് ഷോർട്സ് പോലും ഇടാതെ ഞാൻ ഇരുന്നിട്ട്, എനിക്ക് 30ാമത്തെ തൊട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നുണ്ട്. ഒരു ദിവസം ലോങ് വീഡിയോ ഇട്ടില്ല, പക്ഷേ ആ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ അടുത്തിട്ട വീഡിയോയ്ക്ക് 2-3 ഇന്നലത്തെ വീഡിയോയ്ക്കും പിന്നെ അടുത്ത 2-3 ഷോർട്സിനൊക്കെ കോപ്പിറൈറ്റ് എന്തോ ലിമിറ്റഡ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിനക്ക് വ്യൂവേഴ്സ് അടിച്ച് ഷോർട്സൊക്കെ ഇന്നലെ ഞാനൊരു ഇട്ടേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോപ്പിറൈറ്റ് ലിമിറ്റഡ് ഒന്നും അടിച്ചിട്ടില്ല. പക്ഷേ അതും 1.9K എന്തോ സംതിങ് ആയിട്ടുണ്ട്. അപ്പം ഷോർട്ടിന് വ്യൂവേഴ്സ് കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഷോർട്ടെങ്കിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 285 സബ്സ്ക്രൈബേഴ്സാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ആദ്യം വിചാരിച്ചൊരു 1K ആയിട്ട് ചെയ്യാനാണ്. പക്ഷേ 1K ആവാൻ ഇനി ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 285 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കുറവാട്ടോ. ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്ക് ആണെങ്കിൽ 3 വ്യൂസ് 4 വ്യൂസ് 2-3 ദിവസം എടുത്തിട്ടാണെങ്കിൽ കൂടി ഒരു 30 പോലും എത്തുന്നില്ല. ഒരു 23-24 സ്റ്റക്ക് ആവുകയാണ്, 16-17 സ്റ്റക്ക് ആവുകയാണ്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കുറേ ആയി. കാരണം ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ. അതൊരു ഞാൻ 1K ആക്കാറാക്കി 970 സംതിങ് 75 എന്തോ ആയപ്പോഴാണ് ആ ചാനൽ പോയത് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, ആ ഒരു ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കാര്യമായി ഞാൻ എഫേർട്ടൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഒരാഴ്ച എന്തോ ഞാൻ ലൈവ് കണ്ടിന്യൂസ് പോയതിൻ്റെ ഒരു ഇതാണ് ഈ ഒരു 285 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേക്കുന്നത്, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഇടണം എന്നാട്ടോ. ഡെയിലി ഒരു ഷോർട്ടെങ്കിലും ഇടണമെന്ന് പറഞ്ഞത് ഇപ്പോൾ 2.5 മിനിറ്റ് 2.25 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹോസ്റ്റലിൽ, അതായത് ഞങ്ങളുടെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നടന്നിട്ടിപ്പോൾ നമ്മുടെ ആ ഒരു എക്സാം ടൈമിലാണ് നടന്നത്. അപ്പം ഞാനത് അങ്ങനെ ഒരു കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് വീഡിയോ ഇടണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത സമയത്ത് വേറൊരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ഇതിൽ വേറൊരു പുള്ളിക്കാരി ഇതുപോലെ വീഡിയോസ് കണ്ടിന്, ഇങ്ങനെ ഹോസ്റ്റലിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ട്. അപ്പം പിന്നെ അല്ലാണ്ട് എനിക്ക് പേഴ്സണലി 2-3 പേര് നഴ്സിംഗ് വേറെ വരട്ടെ, എൻ്റെ കോളേജിലല്ല വേറെ കോളേജസിലൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇതുപോലുള്ള കുറേ ഇൻസിഡൻസൊക്കെ അവരും ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാ നഴ്സിംഗ് കോളേജിലും ഇതൊരു പ്രവണതയാണ്. എല്ലാ നഴ്സിംഗ് കോളേജസിലും അല്ലെങ്കിൽ എല്ലാ കോളേജസിലും ഇതുണ്ടോ എന്ന്, ഇപ്പം എൻ്റെ വീഡിയോസ് നഴ്സിംഗ് സ്റ്റുഡൻസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കേട്ടോ. മാക്സിമം ഇത് വീഡിയോ ഷെയർ ചെയ്യാൻ ഞാനിപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഒരു വീഡിയോ 3-4 വ്യൂസ് അത്രേ കയറുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഷോർട്ടൊക്കെ ആയിരിക്കുന്നത്. സോ ഇങ്ങനെ പതുക്കെ കയറിയാൽ മതി ഗൈസ്. അപ്പം പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ലോങ് ആകുന്നത് എൻ്റെ ഒരു വർത്തമാനം കാരണമാണ്. അത് എത്ര നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കുന്ന കിടക്കട്ടെ ഞാൻ കാണുന്നുണ്ടല്ലോ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ സോ നമുക്ക് എന്തായാലും ഒരുപാട് പറഞ്ഞ് ചളിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് അനുഭവിച്ചത്. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ഞാൻ കുറേ പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജിൽ സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഓരോ ഇൻസിഡൻ്റൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയെങ്കിലും ഞാൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു കേട്ടോ. പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹൊറിബിളാണ്, ഒരു ഹൊറർ എന്താ പറയുക,
അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ചിലരൊക്കെ ഇത് ഫാൻറ്റസി ആണെന്നും ചിലത് എനിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ ഇതിലൊന്നും. എനിക്ക് ഭയങ്കര അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു കൂട്ടത്തിലാണ്. പിന്നെ എനിക്കിതിനൊന്നും പേടിയില്ല, എനിക്ക് പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒന്നും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു വ്യക്തി. ഇപ്പോഴും എനിക്ക് പേടി സംഭവം ഒന്നുമില്ല, പക്ഷേ എനിക്കത് ഞാൻ അനുഭവിച്ചാണല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് എനിക്ക് തോന്നിയതാണെന്നോ എൻ്റെ ഒരു ഇല്യൂഷനാണെന്നോ എൻ്റെ ഒരു ഹാലുസിനേഷൻ ആണെന്നോ ഒന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാനത് കേട്ടതാണ്. അത് ഞാൻ പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് അവിടെ സീനിയേഴ്സിന് ഇതുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞതാട്ടോ. സോ നമുക്ക് എന്തായാലും എന്താണ് ആ എക്സ്പീരിയൻസ് എന്ന് കേൾക്കാം. നമ്മൾ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ നമ്മുടെ തിയറി എക്സാം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കോളേജിൽ എക്സാം ടൈമിൽ ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമുക്ക് നമുക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു എല്ലാവരും. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെ ഫയലും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരുടെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ കുറച്ച് പേരൊക്കെ എന്ന് വെച്ചാൽ പേപ്പർ മാറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ നമ്മുടെ ഫയൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കുറേ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നതിനകത്ത്. അതിപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനകത്താണെങ്കിൽ തന്നെയും എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒരു മൂഡ് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇരുന്ന് എഴുതാം. അപ്പം ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ വിചാരിക്കട്ടെ നാളെ സമയമുണ്ടല്ലോ നാളെ എഴുതാം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഇപ്പം എത്ര ലേറ്റായി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു രാത്രി തന്നെ ഇരുന്ന് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ കിടന്നുറങ്ങി. കാരണം പിറ്റേ സമയമുണ്ട് നമുക്കെന്താ 17-ാം തീയതി ആയിരുന്നു നമ്മുടെ പ്രാക്ടിക്കൽ. നമ്മുടെ 4-ാം തീയതി നമ്മുടെ തിയറി കഴിഞ്ഞിട്ട് അത്രയും ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ കിടന്നുറങ്ങി. പക്ഷേ ഇത്രയും ഗ്യാപ്പിനിടയ്ക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ നമുക്ക് എഴുതാനുള്ളത്. നമുക്ക് എഴുതാൻ ഒരുപാടുണ്ട്. പക്ഷേ എന്നാൽ കൂടി നമ്മൾ പകൽ കുറച്ച് ടൈം എക്സ്ട്രാ എടുത്താൽ മതി. പക്ഷേ എനിക്ക് ആ ഒരു രാത്രി എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എഴുതാൻ. ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് അവിടെ 10 മണിക്ക് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം എല്ലാ നഴ്സിംഗ് കോളേജിലും അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് 10 മണിക്ക് അവിടെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തത്, ആദ്യത്തെ ദിവസം ഞാനും വേറൊരു കൊച്ചും കൂടെ മലയാളി തന്നെ, ഞങ്ങൾ രണ്ടാളും കൂടെ താഴെ ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ എഴുതാൻ തുടങ്ങി. ഞങ്ങൾ അന്നത്തെ ദിവസം ഒരു 2:30 വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഒരു സൗണ്ട് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഫോണൊക്കെ വിളിച്ച് ഞങ്ങൾ അങ്ങനെ നല്ല സൂപ്പറായിട്ട് അവിടെ ഇരുന്ന് ഒരു 2:30 വരെ ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഈ കൊച്ചു വന്നില്ല, ഞാൻ മാത്രം എന്ത് ചെയ്തു, അപ്പം അന്ന് എനിക്ക് എന്തോ ആ കൊച്ചു വന്നില്ല, ഹെൽത്ത് ഇഷ്യൂ എന്തായിട്ട് കുട്ടി എഴുതാൻ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവൾ എഴുതാൻ വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോയിരുന്ന് എഴുതാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ താഴെ. ഇപ്പം ഞാൻ നമ്മുടെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 10 മണി വരെ അവിടെ ഇരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ 9:45 ആയപ്പോൾ എൻ്റെ ഈ ബുക്കും പാണ്ടും നിറയെ 2 ഫയലും എല്ലാ സാമഗ്രികളും ഒക്കെ എടുത്തിട്ട് ഞാൻ താഴെ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നു. അപ്പം എൻ്റെ കൂടെ ഒരു സീനിയർ ജിൻസി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ജിൻസി ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഇവിടെ ഒരുപാട് നേരം ഇരിക്കണ്ട എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രേതത്തിനെയും പേടിയില്ല, എനിക്കൊരു ഭൂതത്തിനെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ ഇരുന്നു. എന്നിട്ട് ചേച്ചി എൻ്റെ കൂടെ ഒരു 12:30 വരെയൊക്കെ ചേച്ചി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചേച്ചി പെട്ടെന്ന് ഉറങ്ങിക്കോ ചേച്ചി ഞാൻ എന്തായാലും ഇത് എഴുതി കഴിഞ്ഞ് കുറച്ച് എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത്രയും തീർത്തിട്ടേ ഞാൻ കയറി പോകുന്നുള്ളൂ. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ഉറങ്ങിക്കോന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി 1 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കണ്ട, ഇത്രയും 12 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ഇരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു 1 മണി വരെ ഇരുന്നാൽ മതി കേട്ടോ, അത് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ചേച്ചി പറഞ്ഞു വിട്ടു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റ് ഞാനിത് എഴുതി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കാരണം നമ്മൾ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തു, പിന്നെ സ്റ്റെപ്പിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ വരുന്നുണ്ട്. ക്ലാസ് റൂം ആകുമ്പോൾ നമുക്ക് ഡെസ്ക് ഉണ്ട്, ബെഞ്ചുണ്ട്, നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് എഴുതാലോ, സ്പേസ് ഉണ്ടല്ലോ. അപ്പം എൻ്റെ മൈൻഡിൽ അതാണ് കേട്ടോ കൂടുതലും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ തലേ ദിവസം നമ്മൾ 2:30 വരെ എഴുതുമ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ മൈൻഡിൽ പിന്നെ എന്ത് വരാനാണ്, പിന്നെ അതൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 1:30 ആയപ്പോൾ ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ കേട്ടു. അത് ചലങ്ക സൗണ്ടൊന്നുമല്ല, ഞാൻ പാദസരത്തിൻ്റെ സൗണ്ട് കേട്ടു. അപ്പം അപ്പം നമ്മൾ ആ ചേച്ചി പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുണ്ട് എഴുതി. അപ്പോൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂമും തേർഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂമും ഫോർത്ത് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂമും ചേച്ചി ലോക്ക് ചെയ്തിട്ടാണ് പോയത്. പൂട്ടിയിട്ടിട്ട് മറ്റേ വരാന്ത ഇതിൽ
മറ്റേ ഔട്ട് സൈഡ് ഏരിയയിൽ ലൈറ്റ്സ് ഫുൾ ഓൺ ചെയ്തിട്ടുണ്ട്. ചേച്ചി പോയി. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ ഓഫ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ലൈറ്റൊന്നും വേണ്ട, എനിക്ക് ക്ലാസ് റൂമിൽ മാത്രം മതി ലൈറ്റ്, ചേച്ചി അവിടെ ലൈറ്റ് ഓഫ് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വേണ്ട നീ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ എല്ലാം ലൈറ്റ് ഇട്ടിട്ടാട്ടോ പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നമ്മുടെ താഴെയാണോ നമ്മുടെ ക്ലാസ് റൂം ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ മെസ്സും അവിടെ തന്നെ ആണ് ആൻറ്റി കിടക്കുന്ന റൂം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആൻറ്റി വെള്ളം കുടിക്കാൻ എങ്ങനെ ഇറങ്ങിയതായിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരിക്ക് മനുഷ്യനെ, കാരണം ചേച്ചി പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ കിടക്കുവാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഈ പുള്ളിക്കാരിക്ക് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി കിടന്നുറങ്ങിക്കൂടെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചിട്ട് കിടന്നുകൂടെ, ഇല്ലെങ്കിൽ ഈ കിളിങ്ങുന്ന വാസൽ ഊരി വെച്ചുകൂടെ, രാത്രി ഇത്രയും പേര് കിടന്ന് ഉറങ്ങുന്നതല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കേൾക്കുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും മുഴക്കത്തിൽ ഇത്രയും ശബ്ദത്തിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെയും ഞാൻ വിചാരിച്ചത് അവിടെ ഭയങ്കരമായിട്ട് സൈലൻ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഭാസമായിരിക്കും, നമ്മൾ സംസാരിക്കുമ്പോഴേ ഭയങ്കര ഭാസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതുകൊണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ധൈര്യം സംഭവിച്ചിട്ട് 1:30-1:45 വരെ ഇരുന്നിട്ടും ഇതേ സൗണ്ട് ഒരു ഇച്ചിരി പോലും സൗണ്ടിൻ്റെ ആ ഒരു വേരിയേഷൻ കുറയാതെ അതേ വോളിയത്തിൽ തന്നെ കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ചെറിയൊരു മനുഷ്യനല്ലേ പിള്ള, അപ്പം എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഇങ്ങനെ ഇനി എന്തെങ്കിലും കാണുമോ, എന്നാൽ ഇത്രയും ഉച്ചത്തിൽ എവിടെ. അപ്പം ഞാൻ ഇറങ്ങി നോക്കി കേട്ടോ, വെളിയിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ ബുക്കും എനിക്ക് ഇനിയും ഒരു പരീക്ഷണത്തിന് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴും എൻ്റെ മനസ്സിൽ ആൻറ്റിയുടെ ഇതാണ്. പിന്നെ ഞാൻ എനിക്ക് ആൻറ്റി ഇത്രയും നേരമൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങി നിൽക്കുമോ, എത്ര നേരമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, അതൊക്കെ ആയിട്ടോ എൻ്റെ മൈൻഡിൽ. അങ്ങനെ ഞാൻ പേടിച്ച് വരണ്ട് ഞാൻ സലാത്തൊക്കെ ചൊല്ലി ഞാൻ എങ്ങനെയൊക്കെയോ പേടിച്ച് വരണ്ടേന്ന് എന്തൊക്കെയോ ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ ഈ എൻ്റെ 2 ഫയലും ബുക്കും, ഇത് കൈ നിറച്ച് സാധനങ്ങളാട്ടോ, താഴെ പോയൊന്ന് എടുക്കാൻ പോലും നിൽക്കാൻ പേടിയാണ്. അതുപോലെ കൈ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ റൂമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂം. അപ്പം ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ക്ലാസ് റൂം, സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂമെന്ന് പറയുന്നത്. ഞാൻ ഇവിടുന്ന് ഓഫ് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്യണമല്ലോ, ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പം തിരിയാണ് പുറകിൽ എന്തിലുണ്ടല്ലോ തിരിഞ്ഞ് എങ്ങനെയോ ഞാൻ എൻ്റെ റൂമിൻ്റെ വാതിക്കുന്ന റൂമിൽ കയറി എൻ്റെ ബെഡിൽ എല്ലാ സാധനവും ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് റൂമിൽ കയറിയപ്പോഴേക്കും ആ സൗണ്ട് നിന്ന് കേട്ടോ. റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ എന്തോ അത് അവിടെ നിന്ന് ഞാൻ ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് കയറുന്നതനുസരിച്ച് ആ സൗണ്ട് കുറഞ്ഞ് ആ റൂം എത്തിയപ്പോഴേക്കും ആ സൗണ്ട് നിന്നു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ പോയി വെള്ളമൊക്കെ കുടിച്ച്, അപ്പോഴും എനിക്ക് എഴുത്ത് നിർത്താൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പം അപ്പോൾ അതിന് അന്നത്തെ ദിവസം എന്തോ നമുക്ക് മാമിൻ്റെ നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്ലഷ് കാർഡ്സ് ഒന്നും വെക്കാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയാണ് ഈ പുള്ളിക്കാരി പിറ്റേ ദിവസം തന്നെ ഈ ഫയൽ ചെക്ക് ചെയ്യാൻ കൊടുക്കണം എന്നൊരു വാശി എനിക്ക് കയറിയിട്ട് ഞാൻ പിറ്റേ ദിവസം സൈൻ വാങ്ങിച്ചോട്ടെ, എല്ലാ പിള്ളേരും സൈൻ വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ സൈൻ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു വാശി കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ വഴക്ക് പറഞ്ഞതിലുള്ള വാശിയാട്ടോ എനിക്ക്. പിന്നെ ഇച്ചിരി കഴിഞ്ഞ ഉളപ്പ സ്വഭാവമുണ്ട് എനിക്ക്. ആ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് ആ ഫയൽ അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള വാശിക്കാണ് ഞാൻ ഇരുന്ന് എഴുതുന്നത്. അത്രയും ഞാൻ പേടിച്ചിട്ടും, ഒരുപാടല്ല എന്നാലും ചെറിയ രീതിക്ക് ഞാൻ പേടിച്ചു. എന്നിട്ട് ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ആ റൂമിൻ്റെ വെളിയിൽ സ്റ്റെപ്പിലിരുന്ന് എഴുതി. അപ്പം ഞാൻ റൂമിൽ കയറുമ്പോഴോ ഈ വെള്ളം കുടിക്കാൻ പോകുമ്പോഴോ വാഷ്റൂമിൽ പോകുമ്പോഴോ ഒന്നും എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ തിരിച്ച് വന്ന് ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നപ്പോൾ പിന്നെ ഒരു 1-2 വെട്ടമൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജില്ല. മെയിൻ കാരണം ഞാൻ താഴെ നിന്ന് ഇറങ്ങി വരാൻ നിന്നത് എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ പോലെ ഫോണിൽ ചാർജില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറി വന്നു. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് ഫോൺ കുത്തിയിടുന്നത്. അപ്പം നമ്മളവിടെ ഫോൺ കുത്തിയിട്ടിട്ട് ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സെയിം സൗണ്ട് താഴെ നിന്ന് തന്നെയാണ് കേൾക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ അഴിച്ചു ഇതാരടാ. അപ്പോഴും ഞാൻ ആൻറ്റി ആയിരിക്കും. എന്നിട്ട് പിന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ആയിരിക്കുമോ ചേച്ചി പറഞ്ഞ പോലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ സൗണ്ട് നിന്ന് കേട്ടോ. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഭയം ഉണ്ടെങ്കിലും ആ സൗണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാതെ തുടങ്ങിയപ്പോൾ അതിങ്ങനെ നിന്നു. അപ്പോൾ എൻ്റെ ഒരു ഫോണിലൊരു ഏകദേശം ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടുമില്ല കേട്ടോ ആ സൗണ്ട്. ഒരു വട്ടം പോലും ഞാൻ റൂമിൽ കയറിയ ശേഷം ആ സൗണ്ട് കേട്ടില്ല. ഞാൻ പിന്നെ അവിടെ പോയിരുന്ന ഫ്ലാഷ് അപ്പോഴും ഞാൻ എഴുതാൻ വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് ഞാൻ ഫ്ലാഷ് കത്തിച്ച് വെച്ചിരുന്നിട്ട് വെളുപ്പിന് 4:15 ഞാൻ ഉറങ്ങിയപ്പോൾ ഞാനത് എഴുതി തീർത്തിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. കുറച്ചും കൂടെ ഉള്ളായിരുന്നു എഴുതാൻ. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, കാരണം 4 മണിക്കല്ലേ കിടന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എന്നിട്ട് 10-10:30 ആയപ്പോൾ എഴുന്നേറ്റു. 10:30 ആയപ്പോൾ എഴുന്നേറ്റ് അപ്പോൾ ഞാനങ്ങനെ ഒരു 10:30 ആയപ്പോൾ എഴുന്നേറ്റ്. മാം വന്ന് താഴെ വന്നു. അന്ന് ആയപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് മാം വന്നു എഴുന്നേക്കും എന്നൊക്കെ ബഹളമൊക്കെ ഇട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ഞാൻ എൻ്റെ ഫയലെല്ലാം കൊണ്ടുപോയി സൈനൊക്കെ വാങ്ങിച്ചു. എല്ലാവരെയും കെട്ടി മുമ്പിൽ സൈനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ
നമ്മൾ ഇന്നലെ കേട്ട ശബ്ദവും പേടിയും ഒക്കെ എന്ന് പറയുക ഇങ്ങനെ മാറി നിൽക്കും. കാരണം നമുക്ക് സൈൻ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കടമ്പയാണ്. നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കും. അവർ സൈൻ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആധാരം എഴുതി തരുന്ന പോലെയാണ് അവരുടെ ഒരു സൈൻ നമുക്ക് തരുന്നത്. അതിന് ഭയങ്കര കഷ്ടപ്പെടണം, നമ്മൾ കുറേ പുറകെ നടക്കണം. അപ്പോൾ എനിക്കങ്ങനെ അവിടെ എല്ലാ പിള്ളേർക്കും കിട്ടുന്നതിനെക്കാട്ടിലും മുമ്പ് ഞാൻ പോയി സൈനൊക്കെ വാങ്ങിച്ച് കുറേ കഷ്ടപ്പെട്ടാണല്ലോ എഴുതി അവരുടെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ടാണ് നമ്മൾ ആ സൈൻ വാങ്ങിക്കുന്നത്. അങ്ങനെ അത് ലോകം കീഴടക്കിയ സന്തോഷത്തിൽ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ ഫയലെല്ലാം അവിടെ ഇട്ടിട്ട് ഞാനൊരു കിടപ്പ് കിടന്നു വേസ് ഭയങ്കരമായിട്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനേ ഞാൻ പോയില്ല. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഓൾറെഡി. ഉച്ചയ്ക്ക് ഞാൻ ഫുഡും കഴിക്കാൻ പോയില്ല. ഞാൻ മാറിക്കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. നമുക്ക് ഹോളിഡേ ആണ്, മാം വരുന്നത് നമ്മുടെ ഫയൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ ഞാൻ മാറിക്കിടന്ന് ഞാൻ ഉറങ്ങി. കാരണം എത്ര ദിവസം കണ്ടിന്യൂസ് ഞാൻ 2-3 ദിവസം ഉറക്കില്ലാണ്ടാട്ടെ ഈ ഫയൽ എഴുതുന്നത്. ഞാൻ അന്ന് മാറിക്കിടന്ന് ഉറങ്ങി ഒരു 4:30 വരെ ഉറങ്ങി. 4:30 നമുക്ക് 4:30-5:30 ആണ് നമുക്ക് ചായ സമയം. അപ്പം ഞാൻ ഒരു 4:30 ആയപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് മുഖമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രഷായിട്ട് ഞാൻ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഞാൻ ആൻറ്റിയെ കണ്ടപ്പോഴാണ് നമ്മുടെ ഇന്നലത്തെ അതേ എക്സ്പീരിയൻസ് ഓർക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആൻറ്റിയുടെ കാലിൽ നോക്കിയപ്പം പാദസരം പോയിട്ട് പുള്ളിക്കാരുടെ കാലിൽ ഒരു ചരട് പോലും ഇല്ല. അപ്പം ഞാൻ പിന്നെ രാത്രിയിൽ ആരൊക്കെ സ്റ്റുഡൻസിനൊക്കെ അത് അലൗഡല്ല. സ്റ്റുഡൻസിനെല്ലാം എക്സാം അത് ഇടുന്നവർ തന്നെ ഉണ്ടെങ്കിൽ തന്നെ എക്സാം ടൈം ആയപ്പോൾ സ്റ്റുഡൻസിൻ്റെ കഴുത്തിൽ കിടന്ന മാല, കാലിൽ കിടന്ന കൊലുസ്, കാലിൽ കിടന്ന കമ്മൽ ഇതെല്ലാം അഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ കയ്യിലോ കഴുത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സ്റ്റുഡൻസിൻ്റെ ആരുടെയും ഇതിൽ നിന്ന് വരാൻ വഴിയില്ല. മാഡം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ആൻറ്റി മാത്രമേ ഉള്ളൂ. ആൻറ്റിക്കാണെങ്കിൽ ഒരു പാസരം പൊടിച്ച് ചരട് പോലും ഇല്ല. അപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ചേച്ചി പറഞ്ഞില്ല എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചേച്ചിക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിനോട് പറഞ്ഞു അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഞാൻ ഇതുപോലെ അവർക്ക് കുറേ എക്സ്പീരിയൻസ്, കാറിച്ച കൂവിച്ച സൗണ്ട്സ്, പിന്നെ കുറേ ഡിസ്റ്റർബൻസ്, നിഴൽ, അപ്പോൾ അങ്ങനെ പറഞ്ഞതുണ്ടോ കാറിച്ച കോവിച്ച നേടൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവരും കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിച്ചു. ശരിക്കും അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഞാനിവിടെ ഉമ്മയോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇൻസിഡൻറ്റ്. സോ അത് കഴിഞ്ഞ് പിന്നെ കുറേ പേർക്ക് അങ്ങനെ അവിടെ സീനിയേഴ്സിനാണെങ്കിലും കുറേ പേർക്ക് ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം കേട്ടത് ഞാൻ സത്യമാണ്. പക്ഷേ എനിക്കത് എന്താണ് സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും എന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കേട്ടതാണല്ലോ. പക്ഷെ അതൊരു ഇല്യൂഷനോ ഹാലുസിനേഷനോ ഒന്നും അല്ലോട്ടോ, ഞാൻ സമ്മതിച്ചിരുന്നില്ല. കാരണം ഞാൻ അതുപോലെ ഞാൻ കേട്ടത് നല്ല സൂപ്പറായിട്ട് ഞാൻ കേട്ടതാണ്. അതിലപ്പുറത്തൊന്ന് കിളിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വസിക്കും. പക്ഷേ എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.